ഹലോ, ഇന്നും നമുക്കൊരു വെറൈറ്റി ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ, എന്നാലോ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 3 ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 8 ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ബദാമിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്തിട്ട് ആദ്യം ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം വേണം കേട്ടോ ബാക്കിയുള്ള പാല് ചേർക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഡ്രിങ്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ബ്രെഡ് എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയും ചേർക്കാം. അപ്പോൾ വാനില എസൻസ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. പിന്നെ നമ്മൾ ബ്രെഡ് കൊണ്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ വെച്ചത് ഗാർണിഷ് ചെയ്യാം. ഇനിയിപ്പോൾ ഗാർണിഷ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇന്നത്തെ ഗിവ് അവേ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ നാരങ്ങ വെള്ളമാണോ ഇഷ്ടം, അതോ ഇതുപോലുള്ള ജ്യൂസാണോ? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്